ഹായ് ഹലോ, ഞാനുണ്ടല്ലോ 2 ദിവസം മുമ്പേ ഉച്ചയ്ക്ക് മീൻ വാങ്ങാൻ വേണ്ടി ബാടിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2:45 3 മണിയോടുകൂടി ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് മീനിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഉച്ചയായപ്പോൾ പോയതാണ്. അവിടെ ചെന്ന് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ മോൻ്റെ കോൾ വരുന്നു, ഉമ്മച്ചി ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് ഓടി വാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൻ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനെങ്ങാണോ അവിടെ നിന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ തീർന്നേനെ. അത്രയ്ക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവൻ മുടി ചെയ്യിപ്പിക്കൊണ്ട് നിന്നപ്പോൾ ജനലിൽ കൂടെ കണ്ടതാണ്. പിന്നെ ആശാന് പോകാൻ സമയമൊന്നും ഇല്ലാത്ത കണക്കാണ് അവിടെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അജ്മലിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും വന്ന് ആളായി പേരായി ബഹളമായി. പക്ഷേ റൂമിനകത്ത് നിന്ന് ഇറങ്ങി ആശാൻ താണ്ടെ ആ ഷീറ്റിൻ്റെ പാത്തി പോലെ വെള്ളം പോകുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങ് എന്തൊക്കെ ചെയ്തിട്ടും അത് അനങ്ങുന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ആളെ വിളിച്ച് വരുത്തി ആ ഷീറ്റിൻ്റെ അത് മൊത്തം ഇളക്കി നോക്കി. അപ്പോഴും സമയം സന്ധ്യയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇരുട്ടിക്കതിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ടോർച്ചൊക്കെ അടിച്ച് അത് മൊത്തം ഊരി എടുത്തതിന് ശേഷം അപ്പം ജസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ചാടി ഇത് പുറത്തോട്ട് താഴോട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ട് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അത് ചേരയാണ്, പേടിക്കാനൊന്നുമില്ല, പാമ്പല്ലാന്ന്. പിന്നെയും നമ്മൾ കുത്തുന്നുണ്ട്, കുത്തി താണ്ട് ഈ മതിലിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലോട്ട് വന്നങ്ങിരുന്ന്. പിന്നെ സമാധാനപ്പെടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇതിനിടയ്ക്ക് 2 ദിവസത്തിന് മുമ്പേ ആ വീട്ടിലെ ബാക്കിലെ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവരുടെ മെറ്റലിനകത്തൊരു ചേര കിടക്കുന്നത് കണ്ടു എന്നുള്ളത്. അപ്പോൾ ചേരയാണെന്നുള്ള സമാധാനം, പിന്നെ ആ ഒരു സമാധാനത്തിൽ അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. എന്നിട്ടും മാക്സിമം നമ്മൾ ഇരുട്ടിയിട്ടും കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. പേടിയാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലുത്. ഇനി ചേരയാണെങ്കിലും പാമ്പാണെങ്കിലും നമുക്ക് പേടി തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പാമ്പായി, ആളായി, ബഹളമായി, ഇങ്ങനെയുള്ള കലാപരിപാടികളായി വീഡിയോ കണ്ടില്ലേ. പക്ഷെ പാമ്പിനെ കിട്ടിയോ? പാമ്പിനെ കിട്ടിയില്ല. പാമ്പിനെ പിടിക്കാനുള്ള ആൾ വന്നപ്പോൾ പറഞ്ഞത് ചേരയാന്നുള്ള സമാധാനത്തിൽ എല്ലാവരും വിട്ട് സന്ധ്യയായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി അവനവൻ്റെ പാട് നോക്കിപ്പോയി. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ ശരിക്കും പാമ്പൊക്കെ ഇഴഞ്ഞു വരുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇരിക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാട്ടോ. ജനൽ പോലും ഞാൻ തുറന്നു വെക്കാറില്ല. അപ്പം ചുമ്മാ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമല്ല. ബൈ.